BJPയുടെ കഴിഞ്ഞ 8-10 കൊല്ലക്കാലത്തെ ഭരണം ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായിട്ട് എങ്ങനെ ഇന്ത്യൻ മുതലാളിയെ വളർത്താം എന്നാണ് പരീക്ഷിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളികളുടെ പട്ടികയിലേക്ക് എങ്ങനെ ഇന്ത്യൻ മുതലാളിമാരെ അദാനിയെയും അംബാനിയെയും വളർത്താം എന്നാണ് അവർ ശ്രമിച്ചത്. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. നമ്മുടെ പഴയ പോപ്പും ഇപ്പോഴത്തെ പോപ്പും രണ്ടാളും ഇത് പാടില്ല എന്നാണ് പറഞ്ഞു. രണ്ട് പോപ്പും പറഞ്ഞത് ലിയോ 14 ഫ്രാൻസിസ് മാർപ്പാപ്പയും. രണ്ടാളും പറഞ്ഞത് ഈ സാമ്പത്തിക കേന്ദ്രീകരണം ശരിയല്ല എന്നാണ്. അത്രയേ അവർക്ക് പറയാൻ സാധിക്കുള്ളൂ. അത്രയും പറയുന്നതിൽ നിന്ന് നമ്മൾ ഊഹിക്കേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇതിന് വേറെ വഴിയൊന്നുമില്ല. ഇതിന് വേറെ ഒരു വഴിയില്ല. ഞാൻ ഈ പറയുന്ന വഴി മാത്രമേ ഉള്ളൂ, ഒറ്റ വഴി. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്, ദശലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ ആസ്തി വാരി കൂട്ടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? യാദൃശികമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊന്നുമല്ല, നരേന്ദ്രമോദിയുടെ സഹായം കൊണ്ട് മാത്രമല്ല. അത് കുറേ കൂടും. അടിസ്ഥാനപരമായ പ്രശ്നമാണ്. ആ അടിസ്ഥാനപരമായ പ്രശ്നം സമ്പത്തുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഞാനതിൻ്റെ അർത്ഥശാസ്ത്ര തലത്തിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു. എല്ലാവർക്കും അറിയുന്നതാണ്. അത് മുതലാളിത്ത പ്രതിസന്ധിയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് വളരെ വ്യക്തമാണ്. ഞാനതിൻ്റെ നിർവചനത്തിലേക്ക് കടക്കുന്നില്ല. ഉൽപാദനോപാധികൾ ആരുടെ കയ്യിലാണോ, അവരുടെ കയ്യിലേക്കാണ് ഉൽപാദന പ്രക്രിയയിലൂടെ ആർജിക്കുന്ന മിച്ചമൂല്യം മുഴുവൻ ചെന്നുപെടുന്നത്. ഈ മിച്ചമൂല്യം ചെന്നുപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത്. വെറുതെ ആകുന്നതല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയും ലിയോ 14 മാർപ്പാപ്പയും ഈ കേന്ദ്രീകരണമാണ് ലോകത്തിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്ന് ഇപ്പോഴും പറയുന്ന സാഹചര്യത്തിൽ ഇതിന് ഒറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. ഒരേ ഒരു പോംവഴി. എന്താ? വളരെ ലളിതമാണ്. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പകരം സാമൂഹ്യ ഉടമസ്ഥതയിലേക്ക് എത്തുക. സാമൂഹ്യ ഉടമസ്ഥതയിലേക്ക് എത്തിയാൽ എന്താ? ഈ AI ഉൾപ്പെടെയുള്ള ഏറ്റവും അവസാനത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ പൊതു സ്വത്താവും, സമൂഹത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തെ നിർണ്ണയിക്കും. അവന് കൂടുതൽ വിശ്രമ സമയം ലഭിക്കും, അവന് കൂടുതൽ വരുമാനം കിട്ടും, അവന് സുന്ദരമായി ജീവിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കാം. ആർക്ക്? എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും. ഇതാണ് മാർപ്പാപ്പയും ഈ രണ്ട് മാർപ്പാപ്പമാരും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിൽ മാറ്റം വരുത്തുക, ഉൽപാദനോപാധികൾ പൂർണ്ണമായിട്ടും ജനങ്ങളുടെ സമൂഹത്തിൻ്റെ കയ്യിലാവുക, ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. ആ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായുണ്ടായ എല്ലാ നേട്ടങ്ങളും ജനങ്ങൾക്ക് മുഴുവൻ കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തുക. ഇപ്പോഴും ഉൽപാദനോപാധികൾ കൈവശം വെക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അത് കലാപത്തിലേക്കും വിപ്ലവത്തിലേക്കും നയിക്കുന്ന പുതിയ വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള അതിൻ്റെ ഗുണമേന്മ മുഴുവൻ ലഭിക്കാൻ പോകുന്നത് അവർക്ക് മാത്രമാണ്. അപ്പോഴും മാർപ്പാപ്പ പറയുന്നത് പോലെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയാണ് ചെയ്യുക.